നല്ല പ്രൊഡക്റ്റുകൾ തിരഞ്ഞുള്ള യാത്ര. നമ്മൾ ഇന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ മൂർക്കനാടുള്ള മിൽമയുടെ പ്ലാന്റിലാണ്. മിൽമയുടെ ഡയറി വൈറ്റ്നറിനെ മറ്റുള്ള ഡയറി വൈറ്റ്നറിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മുടെ മാർക്കറ്റിലുള്ള സാധാരണ ഡയറി വൈറ്റ്നറുകളിൽ മിൽക്ക് സോളിഡ്സും ഷുഗറും പുറമെ മാൽറ്റോഡെക്സിനോ എമൾസിഫയേഴ്സോ സ്റ്റെബിലൈസേഴ്സോ എല്ലാം ചേർത്തിട്ടാണ് വരാറ്. പക്ഷേ മിൽമയുടെ ഡയറി വൈറ്റ്നറിൽ പാർഷ്യലി സ്കിംഡ് മിൽക്കും ചെറിയ അളവിൽ ഷുഗറും മാത്രമേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് ഈ ഡയറി വൈറ്റ്നർ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉണ്ടാക്കുന്നത്? നമുക്ക് വിശദമായി ഫാക്ടറിയിൽ തന്നെ പോയി കാണാം. കേരളത്തിലെ ഡയറി മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ വികസനങ്ങളിൽ ഒന്നാണ് മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് പ്രദേശത്ത് മിൽമ സ്ഥാപിച്ച അത്യാധുനിക മിൽക്ക് പൗഡർ പ്ലാന്റ്. ഏകദേശം 131 കോടി നിക്ഷേപത്തോടെ സ്ഥാപിതമായ ഈ പ്ലാന്റ് ഒരു ഉൽപാദന യൂണിറ്റ് മാത്രമല്ല, കേരളത്തിലെ പാലുൽപാദന സംസ്കരണ മേഖലയെ കൂടുതൽ ശാസ്ത്രീയവും സുരക്ഷിതവും സ്വയം പര്യാപ്തവുമാക്കുന്ന ഒരു ദൂരദർശിയായ മുന്നേറ്റമാണ്. ഈ പ്ലാന്റിന്റെ ഏറ്റവും വലിയ കരുത്ത് അതിന്റെ യന്ത്രങ്ങളും കെട്ടിടങ്ങളും മാത്രമല്ല, ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ശക്തി മലബാർ മേഖലയിലെ ആയിരക്കണക്കിന് ചെറുകിട പാൽ കർഷകരാണ്. ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി മാതൃകയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ വഴിയാണ് പാൽ ശേഖരണം നടക്കുന്നത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, വയനാട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ നിന്നാണ് ഈ പ്ലാന്റിലേക്ക് പ്രധാനമായും പാൽ ശേഖരിക്കുന്നത്. അപ്പോൾ മിൽമയുടെ ഡയറി വൈറ്റ്നറിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അവരുടെ ടെക്നിക്കൽ ഓഫീസറായ ശ്രീ റോബിൻ സറോട് തന്നെ നമുക്ക് ചോദിക്കാം. നമസ്കാരം സർ. നമസ്കാരം സർ. എങ്ങനെയാണ് നമ്മുടെ ഈ ഡയറി വൈറ്റ്നറിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണ് നടക്കുന്നത്? എവിടം തൊട്ട് എവിടം വരെയാണ് നമ്മുടെ ഈ ഹൈജീനിക് ആയിട്ടുള്ള പ്രോസസ്സിംഗ് നടക്കുന്നത്? മലബാറിലെ ക്ഷീരകർഷക ഭവനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാല് രാവിലെയും വൈകുന്നേരവും ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്ഷീരസംഘങ്ങൾ വഴി ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ സംഭരിക്കുന്നു. നമ്മുടെ ടാങ്കറുകൾ, ഡയറി ടാങ്കറുകൾ പോയി കളക്ട് ചെയ്ത് നമ്മുടെ ഡയറിയിലേക്ക് വരുന്നു. ഡയറിയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളും എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രം അൺലോഡ് ചെയ്ത് നമ്മുടെ ലാബിൽ തന്നെ ചെയ്തിട്ട് ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്തിട്ട് മാത്രമേ അത് ഇറക്കുള്ളൂ. ഇറക്കി കഴിഞ്ഞിട്ട് നമ്മളത് 4 ഡിഗ്രി സെൽഷ്യസിൽ വീണ്ടും ചില്ല് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്തു. സ്റ്റോർ ചെയ്തതിനു ശേഷം നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ പാല് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ആദ്യം ചെയ്യുന്നത്. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ പാലിനെ ഒരു 72 ഡിഗ്രി മിനിമം 72 ഡിഗ്രി ചൂടാക്കി ഒരു 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് 4 ഡിഗ്രി തണുപ്പിക്കുന്ന പ്രോസസിംഗ് ആണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അതോടുകൂടി പാലിലുള്ള അപകടകരമായ ബാക്ടീരിയകളെല്ലാം നശിച്ചു പോകുന്നു. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് 3 തരം പൗഡർ ഉണ്ടാക്കുന്നത്. നമ്മൾ ഒന്ന് ഡയറി വൈറ്റ്നർ, ഒന്ന് സ്കിം മിൽക്ക് പൗഡർ, ഒന്ന് ഹോൾ മിൽക്ക് പൗഡർ. നമ്മളിപ്പോ ഡയറി വൈറ്റ്നർ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് വേണ്ട റിക്വയർഡ് ഫാറ്റ് SNF ഉണ്ട്. പാലിൽ വേണ്ട ഫാറ്റ് SNF എത്രയുണ്ട്, ആ ഫാറ്റ് SNFിലേക്കും പാലിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. നമ്മൾ പൗഡർ പ്ലാന്റിലേക്ക് ഇതിനെ പമ്പ് ചെയ്തെടുക്കുന്നു. പാല് പൗഡർ പ്ലാന്റിൽ എത്തിക്കഴിഞ്ഞാൽ 2 സ്റ്റേജ് ആയിട്ടാണ് പൗഡർ ആകുന്നത്. നമ്മള് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവാപറേഷൻ പ്ലാന്റ് ആണ്. പാലിൽ നമ്മൾ ഒരു 85% വെള്ളമാണ്, ബാക്കി ഒരു 12 to 13% ആണ് സോളിഡ്സ് ഉണ്ടാവുള്ളൂ. ഈ വെള്ളത്തിനെ നമ്മൾ ഇവാപറേറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ആദ്യം ഇവാപറേറ്റർ പ്ലാന്റിൽ ഇതിനൊരു 48 to 50% ടോട്ടൽ സോളിഡ്സ് ഉള്ള മിൽക്ക് ആക്കി മാറ്റും. പിന്നെ ഇതിനെ ഡ്രൈയിങ് സ്റ്റേജിലേക്ക് നമ്മൾ വിടുകയാണ്. ഡ്രൈക്ക് ഹൈ പ്രഷറിൽ നമ്മൾ ഡ്രയറിലേക്ക് ഫീഡ് ചെയ്യും. ഡ്രയറിൽ എന്ന് വെച്ചാൽ ഒരു 180 ഡിഗ്രി 170 ഡിഗ്രി 190 വരെ ടെമ്പറേച്ചർ ഉള്ള എയർ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. 48 ഡിഗ്രി സോളിഡ്സ് ആയിട്ടുള്ളതിനെ നമ്മൾ അറ്റോമൈസ് ചെയ്യുന്നത് വളരെ ഫൈനായിട്ട് സ്പ്രേ ചെയ്യും. ഒരു അറ്റോമൈസർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ലാൻസ് അറ്റോമൈസർ എന്ന് പറഞ്ഞതാണ്. അത് വെച്ച് നമ്മൾ സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്യുമ്പോൾ ആ ടെമ്പറേച്ചറിൽ ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് പൗഡറായി മാറും. പൗഡറായി മാറുന്നത് നമ്മൾ താഴെ കളക്ട് ചെയ്തിട്ട് നമ്മൾ പാക്കിങ്ങിലേക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇതിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് നമ്മളൊരു 30 ഡിഗ്രിയിലേക്ക് ആക്കും. പാൽ ശേഖരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കർശനമായ മൈക്രോബയോളജിക്കൽ കെമിക്കൽ ഗുണനിലവാര പരിശോധനകൾ നടത്തപ്പെടുന്നു. മിൽമയുടെ പ്രാഥമിക സംഘങ്ങളിലെത്തുന്ന ISO 22000 2018 ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഈ സംവിധാനത്തിന്റെ വലിയ ശക്തിയാണ്. മലപ്പുറം മിൽക്ക് പൗഡർ പ്ലാന്റിന്റെ മറ്റൊരു വലിയ സവിശേഷത അതിന്റെ അത്യാധുനിക നിർമ്മാണ സാങ്കേതിക വിദ്യയാണ്. ഈ പ്ലാന്റ് സ്വീഡിഷ് കമ്പനിയായ ടെട്രാ പാക്കിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പൂർണ്ണമായും 100% ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് സംവിധാനത്തിലാണ് പ്രവർത്തനം നടക്കുന്നത്. നിർമ്മാണ ഘട്ടങ്ങൾ ശാസ്ത്രീയമായി ക്രമീകരിച്ചിരിക്കുന്നു. പാൽ ശേഖരണം ആൻഡ് ചില്ലിംഗ്, സ്റ്റാൻഡർഡൈസേഷൻ, പാസ്ചറൈസേഷൻ, ഇവോപ്പറേഷൻ, സ്പ്രേ ഡ്രൈയിങ് എന്നീ സമഗ്ര പ്രക്രിയകളിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് മിൽമയുടെ ഡയറി വൈറ്റ്നർ. പ്രാഥമിക സംഘങ്ങളിൽ തന്നെ നിലവാരമുള്ള ഫുഡ് സേഫ്റ്റി പ്രാക്ടീസസ്, സോഷ്യൽ ലെവലിൽ തന്നെ സ്ട്രിക്ട് മൈക്രോബയോളജിക്കൽ ആൻഡ് കെമിക്കൽ ക്വാളിറ്റി ചെക്കിംഗ്, ഡയറി ലെവലിൽ അഡ്വാൻസ്ഡ് ഇൻ ഹൗസിംഗ് ലബോറട്ടറീസ്, എക്സ്റ്റേണൽ NABL അക്രഡിറ്റഡ് ലാബ് വാലിഡേഷൻ, ഹൈജീനിക് ടച്ച് ഫ്രീ ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ്, പോഷക ഗുണം പരമാവധി നിലനിർത്തുന്ന ശാസ്ത്രീയ സാങ്കേതിക വിദ്യ, ഓരോ ഘട്ടത്തിലും സേഫ്റ്റി, കൺസിസ്റ്റൻസി, ട്രേസബിലിറ്റി ഉറപ്പാക്കുന്ന ക്വാളിറ്റി സിസ്റ്റം.
ഇങ്ങനെയുള്ള ബഹുസ്തരപരമായ പരിശോധനാ സംവിധാനങ്ങളിലൂടെയാണ് ഓരോ തരി പാൽപ്പൊടിയിലെയും സുരക്ഷ ഉറപ്പാക്കുന്നത്. ഈ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചതോടെ കർഷകർക്കും വിപണിക്കും ഏറെ ഗുണം ലഭിച്ചു. മുൻപ് അധികമായി ലഭിച്ച പാൽ പലപ്പോഴും പരിമിതമായ ഉപയോഗത്തിനുള്ളിൽ ഒതുങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ സർപ്ലസ് മിൽക്ക് നഷ്ടപ്പെടാതെ മൂല്യമേറിയ ഉൽപ്പന്നമായി മാറ്റാൻ കഴിയുന്നു. ഇത് കർഷകർക്കുള്ള മാർക്കറ്റ് അഷുറൻസ് വർദ്ധിപ്പിക്കുകയും കേരളത്തിന്റെ ഡയറി മേഖലയെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്കായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യം കുറയ്ക്കുന്നതിലും ഈ പ്ലാന്റ് വലിയ പങ്ക് വഹിക്കുന്നു. സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡാറ്റ അക്വിസിഷൻ സ്കാഡ സംവിധാനം വഴി മുഴുവൻ നിർമ്മാണ പ്രക്രിയയും കൃത്യമായി നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഗുണമേന്മ ഉറപ്പാക്കുന്നു. ഉൽപാദനത്തിലെ ശുചിത്വവും കാര്യക്ഷമതയും വർദ്ധിക്കുന്നു. ഈ പ്ലാന്റിന് ദിവസേന ഏകദേശം 1 ലക്ഷം ലിറ്റർ പാൽ പ്രോസസ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. അതിൽ നിന്ന് ഏകദേശം 10 ടൺ വരെ പാൽപ്പൊടി നിർമ്മിക്കാനാകും. പാലിലെ പോഷക ഗുണങ്ങൾ നിലനിർത്തിക്കൊണ്ട് സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായ രൂപത്തിലേക്ക് മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മലപ്പുറം മിൽമ മിൽക്ക് പൗഡർ പ്ലാന്റ് കേരളത്തിന്റെ ഡയറി മേഖലയിലെ ഒരു അടിസ്ഥാനപരമായ മാറ്റത്തിന്റെ പ്രതീകമാണ്. മലബാർ മേഖലയിലെ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന ഉയർന്ന ഗുണനിലവാരമുള്ള പശുവിൻ പാൽ, പ്രാഥമിക സംഘങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ISO നിലവാരത്തിലുള്ള ഫുഡ് സേഫ്റ്റി സംവിധാനങ്ങൾ, ഡയറി തരത്തിലുള്ള ഉയർന്ന നിലവാരത്തിലുള്ള ലാബ് പരിശോധനകൾ, NABL അംഗീകൃത പുറം ലാബുകളുടെ സുരക്ഷാ ഉറപ്പുകൾ, അത്യാധുനിക ടെട്രാപാക്ക് സാങ്കേതികവിദ്യ, 100% ഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ, ഇതെല്ലാം ചേർന്നാണ് മിൽമയെ ഇന്ത്യയിലെ വിശ്വാസ്യതയുള്ള ഡയറി വൈറ്റ്നർ നിർമ്മാതാക്കളിൽ മുൻനിരയിൽ എത്തിക്കുന്നത്. അപ്പൊ ഡയറി വൈറ്റ്നർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവര് നമ്മുടെ നാടിന്റെ തന്നെ പ്രൊഡക്റ്റായ മിൽമയുടെ ഡയറി വൈറ്റ്നർ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.